മികച്ച മട്ടുപ്പാവ് കൃഷിക്കുള്ള അവാർഡ്. മികച്ച രീതിയിൽ മട്ടുപ്പാവ് കൃഷി ചെയ്യുന്നതിനുള്ള ബഹുമതി ലഭിച്ചത് ശ്രീമതി വിജയ ഭാസ്കർ. 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും അടങ്ങുന്ന അവാർഡ് സ്വീകരിക്കുന്നതിനായി തിരുവനന്തപുരം അരുവിക്കര മുള്ളിലവിൻ മൂട്ടിൽ നിന്നുള്ള ശ്രീമതി വിജയയെ നിറഞ്ഞ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എട്ട് വർഷം മുമ്പ് ഏറ്റവും മികച്ച ജൈവ കർഷകയ്ക്കുള്ള ഫാം ജേർണലിസ്റ്റ് ഫോറത്തിൻ്റെ അംഗീകാരത്തിൽ നിന്നാണ് എൻ്റെ തുടക്കം. അവിടെ നിന്നും പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ എന്നെ തേടിയെത്തി. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 14 കിലോമീറ്റർ അകലെയുള്ള അരുവിക്കര എന്ന ഗ്രാമത്തിൽ മുള്ളിലവിൻ മൂട് നന്ദാഭവനത്തിലെ ഒരു വീട്ടമ്മയാണ് ഞാൻ. പേര് ഡി വിജയ. മട്ടുപ്പാവിലെ പച്ചക്കറി കൃഷിക്ക് പുറമെ സ്വന്തമായുള്ള 15 സെന്റ് താമസ സ്ഥലത്ത് വാഴ, പ്ലാവ്, മാവ്, കവുങ്ങ്, തെങ്ങ്, കുരുമുളക് എന്നിവയുമുണ്ട്. സ്വതവേ പൂക്കളോടും പച്ചപ്പിനോടും സ്നേഹമുള്ള ഞാൻ ജൈവ പച്ചക്കറി കൃഷി രീതിയെക്കുറിച്ച് അറിയാനും പഠിക്കാനും ശ്രമിച്ചു. ഞാനിപ്പോൾ മട്ടുപ്പാവ് കൃഷി തുടങ്ങിയിട്ട് 8 വർഷമായി. അത് തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് സെക്രട്ടേറിയറ്റിൽ അണ്ടർ സെക്രട്ടറി ആയിരുന്നു. അവിടുന്ന് പെൻഷൻ ആയതിനു ശേഷം കിൻഫ്രയിൽ ഒരു 17 വർഷം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോഴാണ്, വെറുതെ ഇരിക്കാൻ ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് മകൾ പറഞ്ഞത്, ഉള്ളൂർ രവീന്ദ്രൻ എന്ന് പറഞ്ഞൊരു സാറുണ്ട്, മട്ടുപ്പാവ് കൃഷി ചെയ്യണ ആളാണ്, അവിടെ പോയി ഒന്ന് പഠിച്ചാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ രവീന്ദ്ര സാറിൻ്റെ അവിടെ പോയി 3 ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം സാർ ഒരു 3-4 വിത്തുകൾ തന്നു, ചെയ്യാൻ പറഞ്ഞു. സാറ് പറയണ അതേ രീതിയിൽ ഞങ്ങൾ ചെയ്തു. അപ്പോൾ നല്ലപോലെ വിളവ് കിട്ടി. ആദ്യം 6 ഗ്രോ ബാഗാണ് ഞാൻ വെച്ചിരുന്നത്. അത് 6 എന്നുള്ളത് 60 60 എന്നുള്ളത് 600 ഇപ്പോൾ 1200 മേലെയുണ്ട്. എനിക്ക് കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ഒരു പാഷൻ പോലെയാണ്. ഇത് എൻ്റെ ഭർത്താവ്, സെക്രട്ടേറിയറ്റിൽ അണ്ടർ സെക്രട്ടറിയായി വിരമിച്ച ഭാസ്കരൻ നായർ. മട്ടുപ്പാവിലെ ജൈവ കൃഷിയിലൂടെ ആരോഗ്യവും സന്തോഷവും വരുമാനവും ഞങ്ങൾ നേടുന്നു. 1100 ചതുരശ്ര അടി മട്ടുപ്പാവിൽ അല്പം പോലും സ്ഥലം പാഴാക്കാതെ ചട്ടികളിലും വാട്ടർ ക്യാനുകളിലും ബേസിനുകളിലും തുടങ്ങി ഉപയോഗശൂന്യമായ പഴയ ഫ്രിഡ്ജ്, വാട്ടർ ടാങ്ക്, പാൽ ട്രേ എന്നിവ സംഘടിപ്പിച്ച് അതിൽ മണ്ണൊരുക്കി പച്ചക്കറികളായ ചുവന്ന ചീര, പൊന്നാങ്കണ്ണി ചീര, ബസള ചീര, ചതുരപ്പയർ, വിവിധതരം മുളകുകൾ, ഇഞ്ചി, മഞ്ഞൾ, കാബേജ്, പടവലം, നാരകം, ചീനിയമരയ്ക്ക, ജീരകക്കറിവേപ്പില, മാതളം, പുതിന, പാവയ്ക്ക തുടങ്ങിയ ഞങ്ങളുടെ വീട്ടാവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറികളും ഞങ്ങളിവിടെ കൃഷി ചെയ്യുന്നു. പാവൽ കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും ചട്ടിയോ ഗ്രോ ബാഗിനെക്കാട്ടിലും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് ബേസിനാണ്. ഞാനിപ്പോൾ ഇത്രയും നാൾ കൃഷി ചെയ്തതിൽ എനിക്ക് ബേസിനിൽ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ലോണം വിളവ് കിട്ടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വേരുകൾ ഭയങ്കര ചെറിയ വേരുകളാണ്, സ്പ്രെഡ് ചെയ്ത് നിറയെ പോയും. ഗ്രോ ബാഗിനെക്കാട്ടിലും കൂടുതൽ സ്പ്രെഡ് ചെയ്ത് പോയി ഈ ബേസിനാകുമ്പോൾ നല്ലപോലെ അതിന് വളർച്ച കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഒരു ബേസിനിൽ നമുക്ക് 3-4 തൈ വയ്ക്കാൻ പറ്റും. വലിയ ബേസിനാണെങ്കിൽ 4 എണ്ണം വയ്ക്കാം, ചെറുതാണെങ്കിൽ 3 എണ്ണം വയ്ക്കാൻ പറ്റും. അത് വെച്ച് ഒരു 2-3 ഇല പ്രായമായി കഴിയുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ വേണ്ട വളങ്ങൾ, എല്ലുപൊടി,
ചാണകപ്പൊടി, കോഴിവളം അങ്ങനെയൊക്കെ ഇടും. പിന്നെ പന്തലിൽ കയറുന്നത് വരെ നമ്മൾ അതിന് ഒരു ഇലയും നിർത്തരുത്. ഇടയിൽ നിന്ന് വരണം ഇതുപോലത്തുള്ള ക്ലസ്റ്റർ എല്ലാം മുറിച്ച് കളയണം. അത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പന്തലിൽ കയറിയതിന് ശേഷം മാത്രമേ അതിന് ഇലകൾ വരാൻ പാടൂ. അതുപോലെ എല്ലാ ഇലകളും വെട്ടിക്കളയണം. ആ ഇല വെട്ടിക്കളയണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഈ ബേസിൻ്റെ മുകളിലേക്ക് എയർ സർക്കുലേഷൻ കിട്ടും. പിന്നെ ഇതിൻ്റെ വളർച്ച നല്ലതായിട്ട് അങ്ങോട്ട് പോകും. ഇത് ഇടയ്ക്ക് ക്ലസ്റ്റർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച മുരടിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് എല്ലാ ക്ലസ്റ്ററും മുറിച്ച് കളഞ്ഞ് പന്തലിൽ കയറി കഴിയുമ്പോൾ നല്ലതായിട്ട് അതിന് വിളവ് കിട്ടുന്നുണ്ട്. പിന്നെ ഓരോ പ്രാവശ്യവും നമ്മൾ വളം കൊടുക്കുമ്പോൾ പൂക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യം വളം കൊടുക്കേണ്ടി വരും. അതിന് മുന്നേ ആണെങ്കിൽ ആഴ്ചയിൽ ഓരോ പ്രാവശ്യം വളം കൊടുത്താൽ മതി. ഞാൻ കൊടുക്കണ വളം എന്ന് പറഞ്ഞത് ഞാൻ ബയോഗ്യാസിൻ്റെ സ്ലെറിയിൽ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് അങ്ങനെ എടുക്കണ ഒരു വളമുണ്ട്. പിന്നെ കടലപ്പിണ്ണാക്കും ചാണകവും കൂടെ ഇട്ട് ഇളക്കി പൊളിപ്പിച്ച് വയ്ക്കും. ഒരു ശർക്കരയും കൂടെ ഇട്ട് വയ്ക്കും. ശർക്കര ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അതിന് സ്മെല്ലൊന്നും അങ്ങനെ വരില്ല. പിന്നെ പൂക്കൾ വന്ന് തുടങ്ങുമ്പോൾ എഗ് അമിനോ ആസിഡ് അടിച്ചു കൊടുക്കും. പിന്നെ ഫിഷ് അമിനോ ആസിഡ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ചോട്ടിലും ഒഴിച്ചു കൊടുക്കും, സ്പ്രേയും ചെയ്ത് കൊടുക്കും. പിന്നെ അതുകൊണ്ട് അങ്ങനെ കീടങ്ങളോ അങ്ങനെ ഒന്നും വരണമൊന്നുമില്ല. പിന്നെ കൊച്ചു പാവയ്ക്ക് ആയി വരുമ്പോൾ തന്നെ ഞങ്ങൾ കവർ ചെയ്യും. കവർ ചെയ്യുന്ന വെച്ചാൽ പേപ്പർ ഇങ്ങനെ കുമ്പിൾ കൊട്ടി അങ്ങനെ ഇട്ട് കൊടുക്കും. അത് ഇട്ട് കൊടുക്കുക അങ്ങനെ വരാറില്ലെങ്കിൽ പോലും വല്ല കീടങ്ങളും വരണുണ്ടെങ്കിൽ അത് കുത്താതിരിക്കാനാണ് അങ്ങനെ ഇട്ട് കൊടുക്കണത്. അപ്പോൾ ഒരു പാവയ്ക്കും കേടാവാതെ നമുക്ക് കിട്ടുകയും ചെയ്യും. തറയിൽ നിന്നും 1.5 അടി ഉയരത്തിൽ ഇരുമ്പ് പൈപ്പുകൾ ആവശ്യാനുസരണം ഇളക്കി മാറ്റാവുന്ന വിധത്തിൽ ചട്ടങ്ങളുണ്ടാക്കി അതിലാണ് ചട്ടികൾ വച്ചിരിക്കുന്നത്. ഇത് ടെറസിൽ നിന്നുള്ള ചൂട് ചെടികളെ ബാധിക്കുന്നതിൽ നിന്ന് തടയുകയും എനിക്ക് സൗകര്യാർത്ഥം നിന്ന് വളമിടാനും വെള്ളമൊഴിക്കാനും ടെറസ് വൃത്തിയാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. എല്ലാവർക്കും ടെറസിൽ കൃഷി ചെയ്യാൻ പേടിയായിരിക്കും. ടെറസിന് ചോർച്ച വരുമോ, അങ്ങനെ ടെറസ് ചീത്തയാവുമോ എന്നൊക്കെ. ഒന്നും ചെയ്യില്ല, ടെറസ് ചീത്തയാവത്തുമില്ല, ഒന്നുമില്ല. ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ സ്റ്റാൻഡൊന്നും വെക്കാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ സ്റ്റാൻഡ് വെച്ചതിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ എനിക്ക് നട്ടലിനൊക്കെ 3-4 ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാണ് കുനിയാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാൻഡൊക്കെ വെച്ച് ചെയ്തത്. പിന്നെ അല്ല ചുടുകല്ല ഓടോ ഒക്കെ വെച്ച് താഴെ ടെറസിൻ്റെ മുകളിൽ ചെയ്യും. പിന്നെ ഒന്നാമത്തെ കാര്യം എത്രത്തോളം ഹൈറ്റ് കിട്ടണോ അത്രത്തോളം നമുക്ക് ഈൽഡും കൂടുതൽ കിട്ടും. ഈ ടെറസിലെ ചൂടിങ്ങനെ അടിക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് വിളവ് കൂടുതൽ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. മട്ടുപ്പാവിലെ കൃഷിയിൽ നിന്നും കിട്ടുന്ന വിളവുകൾ ഞങ്ങൾ വീട്ടിലെ ആവശ്യങ്ങൾ കഴിഞ്ഞുള്ളത് മറ്റു കുടുംബാംഗങ്ങൾക്കും അധികം വരുന്ന പച്ചക്കറികൾ ആഴ്ചതോറും ഗാന്ധി സ്മാരക നിധിയിൽ നടക്കുന്ന കാർഷിക വിപണിയിലൂടെ വിൽപ്പനയും നടത്തുന്നു. ഇത് ചെടിമുരിങ്ങയാണ്. സാധാരണ മുരിങ്ങയ്ക്ക് കമ്പ് കുത്തിയാണ് നടുന്നത്. ഇത് വിത്താണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നീളമുള്ള മുരിങ്ങ താഴെ വരെ എത്തും. പിന്നെ ഇതിൻ്റെ രീതി എന്ന് വെച്ചാൽ നമ്മളെ തോളോട് എത്തപ്പോഴത്തേക്ക് ഇത് മുറിച്ചു വിടണം. അവിടെ നിന്ന് ആണ് പിന്നെ അത് കാച്ച് താഴെ കിടക്കുന്നത്. വളരെയധികം പൊക്കത്തിൽ പോയാൽ ഇതിനെ കായ്ക്കില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കമ്പ് ഞങ്ങൾ ഊന്നിയിട്ട് കിളിച്ച് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയതാണ്. വിത്തിട്ടാണ് കിളിപ്പിക്കുന്നത്. വളമിടുന്ന സാധാരണ വേപ്പ പിണ്ണാക്ക്, ചാണകപ്പൊടി, പച്ച ചാണകം, എല്ലുപൊടി ഇതെല്ലാം ഇടും. എൻ്റെ ഭർത്താവ് നൽകുന്ന പിന്തുണയും സഹായവും എപ്പോഴും എനിക്ക് ഒരു ശക്തിയാണ്. 17 വർഷം കിൻഫ്രയുടെ സ്റ്റേറ്റ് കോഓർഡിനേറ്ററായി സേവനമനുഷ്ഠിച്ച ശേഷമാണ് എന്നോടൊപ്പം കൃഷിയിൽ സജീവമായത്. എനിക്ക് വിശ്രമ ജീവിതത്തിന് ശേഷമുള്ള സമയം എങ്ങനെ വിനിയോഗിക്കാമെന്ന് ഞാൻ ആലോചിച്ചപ്പോഴത്തേക്ക് കൃഷിയാണ് ഇപ്പോഴത്തെ വിഷരഹിത പച്ചക്കറിയാണ് ഇപ്പോഴത്തെ നമ്മളുടെ ആവശ്യം. അപ്പോൾ അതിനുള്ള കാര്യം അതിനുള്ള നമുക്ക് ഉള്ള സ്ഥലത്ത് നമുക്ക് ഇപ്പോൾ ടെറസാണ് കൂടുതലുള്ളത്. അവിടെ നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യുക, പിന്നെ ചെടികൾ വളർത്തുക. ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു രാവിലെയും വൈകിട്ടുമുള്ള ഒരു ചെറിയ മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമുക്കത് ഒരു വ്യായാമമാവും, മനസ്സിനും ഒരു സന്തോഷമാവും. നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി നമുക്ക് തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കും. പിന്നെ മറ്റുള്ളവർക്കൊരു മാതൃകയാവും. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് ഈ തോട്ടം കണ്ടിട്ട് ഞങ്ങൾ കൃഷി ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് വിത്തും തൈകളും ഒക്കെ ഞങ്ങൾ സൗജന്യമായിട്ട് കൊടുക്കാറുണ്ട്. കീടങ്ങളിൽ നിന്നും പച്ചക്കറികളെ സംരക്ഷിക്കുന്നതിനായി ടെറസിന് ചുറ്റും ജമന്തിപ്പൂക്കൾ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതുവഴി പരിസ്ഥിതിക്ക് അനുസൃതമായി കൃഷി ചെയ്യുവാനും ഞങ്ങൾക്ക് സാധിക്കുന്നു.
ഇവിടെ ഞങ്ങൾ പയറാണ് കൃഷി ചെയ്തിരിക്കുന്നത്. പണ്ട് ഞങ്ങൾ പയറിങ്ങനെ പന്തലിലേക്കാണ് പടർത്തി വിടാറുള്ളത്. ഇപ്പോൾ ഞങ്ങൾ പുതിയ രീതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെർട്ടിക്കലായിട്ട് പയർ കയറ്റി വിടുകയാണ്. അങ്ങനെ വെർട്ടിക്കലായിട്ട് കയറ്റി വിടേണ്ടതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്പേസും കുറേ കിട്ടും. ഇങ്ങനെ പയർ നമുക്ക് പറിക്കാനും എളുപ്പമുണ്ട്. നമുക്ക് തത്തകളുടെ ശല്യം ധാരാളമുണ്ട്. അപ്പോൾ ഇങ്ങനെ കിടക്കണേക്കാട്ടിൽ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് തത്തയെ പറ്റിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് കെട്ടിയിട്ട് അങ്ങനെ ചെയ്തപ്പോൾ നല്ലതായിട്ട് പയർ നല്ല വിളവ് കിട്ടുന്നുണ്ട്. പിന്നെ പയറിനും കുറേ ഇല തിങ്ങി പോവുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കുന്നത് പയറിൻ്റെ ഇലയും വെട്ടിക്കൊടുക്കാണ്ട് അത് ചെറിയ കിളിന്തലയൊക്കെ ആണെങ്കിൽ നമുക്ക് തോരൻ വയ്ക്കാനും ഒക്കെ എടുക്കാം. പയറിൻ്റെ ഇല വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ വെർട്ടിക്കലായിട്ടാണ് പയർ. അപ്പോൾ കൃഷി ചെയ്യണവരെല്ലാവരും പയർ കൃഷി ചെയ്യുമ്പോൾ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് കയറ്റുമ്പോൾ ഇങ്ങനെ ഇല തിങ്ങത്തുമില്ല. തിങ്ങിക്കഴിഞ്ഞാൽ വിളവ് കുറയും. അപ്പോൾ ഇടയിൽ പയറിൻ്റെ ഇല വെട്ടിക്കളയണം. അപ്പോഴാണ് നിറച്ച് പയറിങ്ങനെ കിട്ടുന്നത്. ഇലപ്പേനുകൾ, വെള്ളീച്ചകൾ, മറ്റ് നിശാശലഭങ്ങൾ എന്നിവയെ നശിപ്പിക്കുന്നതിനായി മട്ടുപ്പാവിൻ്റെ പല ഭാഗങ്ങളിലായി മഞ്ഞക്കിണികളും ഞങ്ങൾ സ്ഥാപിച്ചു. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മകൻ ഖത്തറിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകൾ അഡ്വക്കേറ്റാണ്. 2 പേരും വിവാഹിതർ. നമ്മളെ വീട്ടിൽ ഉപയോഗശൂന്യമായിട്ടുള്ള ഇപ്പോൾ എനിക്കൊരു വാഷിംഗ് മെഷീൻ ചീത്തയായി, അത് ഞാൻ വെളിയിൽ കൊടുത്ത 1000 രൂപ കിട്ടും. എന്തിന് ഞാനത് പറമ്പിൽ വെച്ച് കമ്പോസ്റ്റ് ആക്കിയിട്ട് നല്ല പൊടി പോലത്തെ കമ്പോസ്റ്റ് മണ്ണ് വളം എനിക്ക് കിട്ടാറുണ്ട്. വീട്ടിലെ എല്ലാ വേസ്റ്റും അതിൽ കൊണ്ടിടും. കുറച്ച് ഇനാക്കുലം ഇടും. ഇനാക്കുലം കിട്ടാത്തവരൊരു കാര്യം ചെയ്യുക, കുറച്ച് തൈര് കലക്കി വെച്ചിട്ട് അതിൽ 2 കഷ്ണം ശർക്കര ഇട്ട് വയ്ക്കുക. അത് ഇടയ്ക്കിടയ്ക്കൊന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. ആ കരിയിലയും ഈ അടുക്കള വേസ്റ്റും എല്ലാം കമ്പോസ്റ്റായി കിട്ടും. നല്ല കമ്പോസ്റ്റ് വളം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഞാൻ മരുന്ന് മേടിക്കാനായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോകുമ്പോൾ തെർമോക്കോൾ കാണുകയാണെങ്കിൽ അവിടെ ചോദിക്കും. നമുക്ക് ഒന്നിനും ഒരു നാണക്കേടും വിചാരിക്കേണ്ട. നമ്മൾ കൃഷി ചെയ്യാനായിട്ട് ഏത് കാര്യം എടുത്ത് ഉപയോഗിച്ചാലും നമ്മളെ വീട്ടിൽ വേസ്റ്റായ എല്ലാ ഇതും അതിന് ഒരു ഓട്ടയിട്ട് അതിന് മണ്ണ് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. ഒരു അടുക്കളയിലെ വേസ്റ്റും കളയണ്ട, നമ്മൾ വേസ്റ്റായ പാത്രങ്ങളും കളയണ്ട, എല്ലാം നന്നായിട്ട് വയ്ക്കുക. പിന്നെ ടെറസ് നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. രാവിലെ 6 മണിക്ക് ചായ കുടിച്ച ശേഷം ചെടികളെ പരിപാലിക്കാൻ ഞങ്ങൾ 2 പേരും മട്ടുപ്പാവിലെത്തും. 8 മണിവരെ ഇവിടെ ഉണ്ടാകും. വീണ്ടും വൈകുന്നേരം 4 മണിക്കെത്തി വെള്ളമൊഴിക്കലും വളമിടിയിലും നടത്തി 6 മണിക്ക് ഞങ്ങൾ തിരിച്ചു പോകും. ചില ദിവസങ്ങളിൽ സന്ധ്യ കഴിയും വരെ നിൽക്കേണ്ടി വരുന്നതിനാൽ വെളിച്ചം കിട്ടുന്നതിലേക്കായി ടെറസിൽ ലൈറ്റും ഘടിപ്പിച്ചിട്ടുണ്ട്. തിരിച്ചു പോകുമ്പോൾ കറിവയ്ക്കാനുള്ള പച്ചക്കറിയുമായിട്ടായിരിക്കും മടക്കം. ടെറസിന് പുറമെ എൻ്റെ വീടിൻ്റെ മുറ്റത്തും പുറകുവശത്തും മറ്റു വശങ്ങളിലും കിണറിൻ്റെ മൂടിയിലും എന്തിനേറെ പട്ടിക്കൂടിൻ്റെ മേൽക്കൂരയിൽ വരെ ഞാൻ പച്ചപ്പ് പടർത്തിയിട്ടുണ്ട്. ശാസ്ത്രീയമായ കൃഷി സമീപനം കൊണ്ട് എത്ര ചെറിയ സ്ഥലവും പരമാവധി വൈവിധ്യമുള്ള ഇനങ്ങൾ കൃഷി ചെയ്യാമെന്ന പാഠമാണ് ഇതിലൂടെ ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത്. ഞാൻ മുകളിൽ ചെടിച്ചട്ടി, വാട്ടർ ക്യാൻ, പിന്നെ ബേസിൻ, പിന്നെ തെർമോക്കോളിൻ്റെ ബോക്സ്, അതിലൊക്കെയാണ് മുകളിലൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പം ഇവിടെ ഗ്രോ ബാഗ് ഉപയോഗിക്കാൻ കാരണം ഞാൻ ചട്ടിയിലൊക്കെ ക്യാബേജ് വെച്ചിട്ട് അത് മുകളിലേക്ക് പൊങ്ങി വരാനായിട്ടൊരു പാട്, അപ്പോൾ ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഈ ക്യാബേജ് ഈ ചെടിച്ചട്ടിയിൽ വെച്ചപ്പോൾ അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് വരികയും ചെയ്യും. നമുക്ക് വളം ഇട്ട് കൊടുത്ത് മണ്ണ് കൂട്ടി കൊടുക്കാനും പറ്റും. അപ്പോൾ ക്യാബേജ് കൃഷി ചെയ്യാൻ എനിക്ക് തോന്നി ഗ്രോ ബാഗാണ് നല്ലത്. അതുകൊണ്ടാണ് ഗ്രോ ബാഗിൽ മാത്രം ക്യാബേജ് വെച്ചിരിക്കുന്നത്. മറ്റ് വളക്കൂട്ടുകൾക്ക് പുറമെ ഞങ്ങളുടെ വീട്ടിലെ പച്ചക്കറി അവശിഷ്ടങ്ങളിൽ നിന്നും സ്വന്തമായി തന്നെ വളം നിർമ്മിക്കാനും ഞങ്ങൾ ശീലിച്ചിട്ടുണ്ട്. ഈ വളങ്ങളാണ് ചെടികൾക്ക് നൽകുന്നത്. ഇത് കോവലാണ്. കോവലൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം നട്ടാൽ മതി. ഇത് 7 വർഷം പ്രായമായ കോവലാണ്. ഇത് കാറ്റ് തീരപ്പോൾ ഇലകൾ ഒരുമാതിരി ഉണങ്ങി കരിഞ്ഞു നിൽക്കും. അതാണ് അതിൻ്റെ ഒരു സിംറ്റം. ആ സമയത്ത് നമ്മൾ അത് ഇവിടെ വെച്ച് വെട്ടിയിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും ഇതുപോലെ ആവും. അപ്പോൾ ആ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ കോവൽ നട്ടാൽ നമ്മൾ എപ്പോഴും കോവൽ നടേണ്ട ആവശ്യമില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വള്ളി ഇങ്ങനെ കനമായിട്ട് വരും.
എന്നിട്ട് ആ കട്ട് ചെയ്യുന്ന വള്ളി വീണ്ടും നമുക്ക് റീസൈക്കിൾ ചെയ്തിട്ട് നമുക്ക് നട്ട് ഉപയോഗിക്കാം. നടുന്നതിന് 2 രീതിയുണ്ട്. 2 അഗ്രം കൊണ്ട് റായുടെ രീതിയിൽ നടാം, അല്ലെങ്കിൽ ഒരു ചെറിയ കവറിനകത്ത് വെച്ച് മണ്ണിൽ ഊന്നാം, എങ്ങനെ വേണോ ചെയ്യാം. അപ്പോൾ കോവലിൻ്റെ വലിയൊരു ഗുണം വെച്ചാൽ ഒരു പ്രാവശ്യം കോവൽ നട്ടാൽ പിന്നെ നമ്മൾ കോവൽ നടണ്ട. ആ കോവൽ കായ്ഫലം തീരപ്പം അത് കട്ട് ചെയ്യുക, ആ കട്ട് ചെയ്ത തണ്ടുകളെ വീണ്ടും നമുക്ക് ഉപയോഗിക്കാം. ഇതാണ് ഏറ്റവും വലിയ ഗുണമുള്ള ഒരു പച്ചക്കറിയാണ് കോവൽ. കൃഷിയിടമൊരുക്കുന്നതിൽ മാത്രമല്ല ഞങ്ങളുടെ ശ്രദ്ധ, അറിഞ്ഞും അനുഭവിക്കുന്നതുമായ ജൈവകൃഷിയുടെ വലിയ പ്രചാരകർ കൂടിയാണ് ഞങ്ങൾ. കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി തൈകളും കൂടാതെ വിത്തുകൾ കിട്ടുന്ന മുറയ്ക്ക് ഉണക്കിയെടുത്ത് പാക്ക് ചെയ്ത് ആവശ്യക്കാർക്ക് സൗജന്യമായി നൽകുകയും ചെയ്യാറുണ്ട്. ധാരാളം ചെറുപ്പക്കാർ കൃഷിയെ സ്നേഹിച്ചുകൊണ്ട് കാർഷിക വൃത്തിയിലേക്ക് വരുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന കൃഷി അറിവുകളും നല്ല ഉൽപ്പന്നങ്ങളും വിത്തുകളും ഞങ്ങൾ കൊടുത്തയക്കാറുമുണ്ട്. ഇതൊരു പുതിയ സലാഡ് വെള്ളരിയാണ്. നല്ല പടവലങ്ങ പോലെ നല്ല നീളമുള്ളതാണ്. അതെനിക്ക് ഒരു പുതിയ വെറൈറ്റി എനിക്ക് കിട്ടിയതാണ്. പിന്നെ പച്ചക്കറി കൃഷി ചെയ്യാൻ വരുന്നവർക്ക് ഞാൻ പറയാം, അവരവരുടെ മക്കൾക്കും അവരവരുടെ ആരോഗ്യവും നന്നാവാനായിട്ട് ഒരു 5 ഗ്രോ ബാഗെങ്കിലും വെച്ച് അവരവർ വീട്ടിൽ പച്ചക്കറി കൃഷി ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ നന്നായിട്ട് അവരവരെ വീട്ടിൽ ഒരു 5 ബാഗ് വെച്ച് കൃഷി ചെയ്ത് നമ്മൾ പച്ചക്കറി, വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുക. പെൻഷനാകുന്നവരും 60 കടന്നവരും നിസ്സംഗതയോടെയും വിരസതയോടെയും കഴിഞ്ഞുകൂടേണ്ടവരല്ല എന്നും ചെറിയ രീതിയിലാണെങ്കിലും കൃഷിയിലേർപ്പെടുന്നത് മാനസികമായ സന്തോഷവും സുരക്ഷിതമായ ഭക്ഷ്യവിഭവങ്ങളും ആരോഗ്യവും യൗവനവും നൽകും എന്നുമുള്ള ഞങ്ങളുടെ ജീവിതാനുഭവം മറ്റുള്ളവർക്കും ഒരു പാഠമാകട്ടെ എന്ന് ആശിക്കുന്നു. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ കൃഷി ദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 695043. ഫോൺ 0471 27318770. ഇമെയിൽ ddkrishitm@gmail.com. കൃഷിദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ്. സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. www.youtube.com/user/ddkrishitm